അവിടെ റിപ്പോർട്ട് ചെയ്യുന്നവരോട് ശ്രദ്ധിക്കാൻ പറയണം. നിറയെ ചെളി ഉള്ളതുകൊണ്ടും ഒരുപാട് അസുഖങ്ങൾ ഉള്ളതുകൊണ്ടും വളരെ സൂക്ഷിക്കണം. ഷൂസും ഗ്ലൗസും ധരിക്കാൻ പറയണം എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ടി വി പ്രസാദും വിനയനും നമ്മളുടെ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാ റിപ്പോർട്ടർമാരും. ടി വി പ്രസാദ് തുടർന്നുള്ളൂ. നമ്മൾ ഹിറ്റാച്ചി കൊണ്ടുപോകുന്നതിൻ്റെ തടസ്സമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ആ പ്രദേശത്തിന് സംഭവിച്ചിരിക്കുന്ന മാറ്റം, ചെളിയിൽ പൂണ്ട് കിടക്കുന്ന പ്രദേശം, ഇതാണ് നമ്മൾ പ്രേക്ഷകരോട് വിശദീകരിക്കുന്നത്. ടി വി പ്രസാദ് തുടരാം. അതെ അരുൺ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഹിറ്റാച്ചി ഇറക്കി പരിശോധിക്കാനുള്ള ഒരു വലിയ തടസ്സമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് പുതിയ ഒരു തന്ത്രമാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതിൻ്റെ അരികിലൂടെയാണ് ഹിറ്റാച്ചി പോകുന്നത്. ഈ ഹിറ്റാച്ചി ഒന്ന് താഴേക്ക് ഇറങ്ങിയാൽ അത് പൂണ്ടുപോകും. അവിടെ ആ ഹിറ്റാച്ചിക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത്, ആ ഹിറ്റാച്ചി പോകുന്നതിൻ്റെ തൊട്ടപ്പുറം വെള്ളം കാണാം അരുൺ. ഈ വെള്ളം ഇന്നലെ ഒഴുകിയത് ഈ വഴിയിലൂടെയല്ല, അതിൻ്റെ തൊട്ടപ്പുറം ആ രക്ഷാപ്രവർത്തകരൊക്കെ നടന്നു പോകുന്ന ആ വഴിയുണ്ടല്ലോ, അതുവഴിയാണ് ഒഴുകിയത്. ഇത് ഇങ്ങോട്ടേക്ക് സന്നദ്ധ സേനാ അംഗങ്ങളെല്ലാം കൂടി വഴിതിരിച്ചു വിട്ടതാണ്. കാരണം ഇവിടെ ഈ ചെളി പൂർണ്ണമായി ഈ ഒരു ഭാഗത്ത് ഹിറ്റാച്ചിയെ കൊണ്ട് മാന്തി ഇളക്കും. അതിൻ്റെ മുകളിലേക്ക് വെള്ളം വരുമ്പോൾ ആ ചെളി അവിടെ നിന്ന് ഇളകിപ്പോകും. അപ്പോൾ ഹിറ്റാച്ചിക്ക് കുറച്ച് മുന്നോട്ട് വരാൻ പറ്റും. അങ്ങനെ മാന്തി ഇളക്കുന്ന ചളിയിലൂടെ വെള്ളം കടത്തിവിട്ട് കൊണ്ടുവരിക മാത്രമേ ഇവിടെ പ്രായോഗികമായ ഒരു കാര്യമുള്ളൂ. അരുൺ, നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകണം. അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുഞ്ചിരിമട്ടത്തുനിന്ന് വന്നാൽ ആദ്യത്തെ ആ ഒരു തടസ്സമുള്ള വളവ് എന്ന് പറയുന്ന ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ വളവ് മുകളിലാണ്, മുണ്ടക്കയിലാണ്. മുണ്ടക്കയിൽ ആ മസ്ജിദിൻ്റെ പകുതി ചേർത്തെടുത്ത് അവിടെയുള്ള വീടുകളെല്ലാം കൂട്ടത്തോടെ ഒഴുക്കിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതായത് ആ വളവിൽ ഒന്നും തങ്ങി നിൽക്കുന്നുമില്ല. ഒരു കൂമ്പാരം പോലെ കുറച്ച് കല്ലുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇവിടെ വലിയ വീതിയിലേക്ക് വന്ന് ഈ വളവിലൂടെ തിരിഞ്ഞു പോകുമ്പോൾ വലിയ അളവിൽ ചളി ഇവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഈ ചെളിയിലേക്കാണ് ഹിറ്റാച്ചിക്ക് ഇറങ്ങാൻ കഴിയാത്തത്. ഇതുവരെ ഈ ഭാഗത്ത് പരിശോധന നടത്തിയിട്ടുമില്ല. ഏതാണ്ട് 200-ലധികം വരുന്ന ആളുകൾ ഇന്നിവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയുന്നത്. രാവിലെ തന്നെ ഒരു വിഭാഗം 100-ലധികം വരുന്ന പ്രവർത്തകർ ഇതിനകം തന്നെ ഈ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ നമ്മൾ കണ്ട ഹിറ്റാച്ചി മറുഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ പറയുന്ന വെള്ളം ചെളിയിൻ്റെ മുകളിലൂടെ കടത്തിവിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്ന് ഈ ചെളി മാന്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടയർ കണ്ടിരുന്നു. അപ്പോൾ അതിലേക്ക് സൂം ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചില പ്രേക്ഷകർ പറഞ്ഞിരുന്നു അത് ഓട്ടോറിക്ഷയാണെന്ന്. പക്ഷേ നമ്മൾ അത് കാറിൻ്റെ ഭാഗമാണെന്നാണ് നമ്മളൊരു നിഗമനത്തിലെത്തിയത്. അത് യഥാർത്ഥത്തിൽ കാറായിരുന്നു എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അത് മാന്തി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു 2 വീല് പിറകോട്ട് വാങ്ങിയ സമയത്ത് ആ വാങ്ങിയ ആൾ എത്രമാത്രം സന്തോഷിച്ചായിരിക്കും. ഒരുപാട് സ്വപ്നം കണ്ട് വാങ്ങിയൊരു കാർ. എനിക്കൊന്നും വലിയ ലക്ഷറി കാറൊന്നുമല്ല. അങ്ങനെ ലക്ഷറി കാറുകൾ ഉപയോഗിക്കുന്നവരൊന്നും അവിടെ ആ ഭാഗത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സാധാരണ കാറാണ്. ഒരു സെഡാൻ കാറോ ഒരു ഹാച്ച് ബാക്കോ എന്തോ ആണ്. ഏത് കമ്പനിയെന്ന് പോലും അറിയില്ല. ആ കാറ് തകർന്ന് തരിപ്പണമായി കിടന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിനുള്ളിലൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യർ, അത് പാർക്ക് ചെയ്തിരുന്ന വീട്ടിലെ മനുഷ്യർ, അവരെവിടെയായിരിക്കും അല്ലേ ടി വി പ്രസാദ്? ആ വണ്ടിയൊക്കെ ആയിട്ട് ഒരുപാട് ആത്മബന്ധം സൂക്ഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതെ അരുൺ, അതിനേക്കാളും മറ്റൊരു സങ്കടമുള്ള കാഴ്ചയിലേക്ക് കൂടി നമ്മുടെ ക്യാമറ പോകാം. അതിൻ്റെ തൊട്ടപ്പുറം നോക്കൂ വിനയൻ. അത് കണ്ടോ അരുൺ? ഏതോ ഒരു ഭിന്നശേഷിക്കാരൻ്റെ ചക്ര കസേരയാണത്. ആ ഭിന്നശേഷിക്കാരൻ ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ആർക്കും അറിയില്ല. ഇത് ആരുടേതാണെന്നും അറിയില്ല അരുൺ. ഇങ്ങനെ എത്രയെത്ര ഭിന്നശേഷിക്കാരുടെ ചക്ര കസേരകളാണ് ഈ ഭാഗത്ത് എല്ലാം ഉള്ളതെന്നോ. ഈ കാറുകൾ ഒരുപക്ഷെ നമുക്ക് മറ്റൊരു തലത്തിലെങ്കിലും ഈ കാറിനെ കാണാം. പക്ഷേ ആ ഭിന്നശേഷിക്കാരൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയായി ഉരുട്ടിക്കൊണ്ടുപോയ ആ ചക്രമാണ് അവിടെ കിടക്കുന്നത്. അതിലുള്ള ആൾ ഇന്നുണ്ടാകുമോ? ഉരുൾപൊട്ടൽ വരുമ്പോൾ കാരണം ആ ഭിന്നശേഷിക്കാരന് ഒരു ചക്രത്തിന്റെ സഹായത്തോടെ മാത്രം ഉരുണ്ടുരുണ്ട് ജീവിച്ച മനുഷ്യരാ. അപ്പോൾ പെട്ടെന്നൊരു വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ ഉരുൾപൊട്ടലും ഒക്കെ വന്നാൽ അവരെ എങ്ങനെ രക്ഷപ്പെടും? അവരെ രക്ഷപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കുമായിരിക്കും, പ്രിയപ്പെട്ടവരാണല്ലോ. പക്ഷെ എത്ര ദൂരം ഓടും? അതിനു മുമ്പ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവിടെ വീടിൻ്റെ അടയാളം പോലും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ പ്രസാദ്? അതേ അരുൺ, ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ ഭിന്നശേഷിക്കാരുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് അറിഞ്ഞവർക്ക് ഒന്ന് രക്ഷപ്പെടാൻ എന്നോളം വീട്ടിൻ്റെ പുറത്തേക്കെങ്കിലും എടുത്തു ചാടാം. പക്ഷേ ഈ കൂറ്റൻ ഉരുൾപൊട്ടലിൻ്റെ ശബ്ദവും കേട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ചക്രക്കസേരയിലിരുന്ന എത്ര പേരുണ്ടാവും മുകളിൽ പുഞ്ചിരിമട്ടം മുതൽ താഴെ ഇങ്ങ് ചൂരൽമലയുടെ ഇങ്ങറ്റം വരെ?
അവരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി ഇങ്ങനെ മുഖത്തേക്ക് വന്നടിക്കുന്ന കല്ലും മണ്ണും പാറക്കഷ്ണങ്ങളും എല്ലാം കണ്ട് നോക്കി നിൽക്കുക എന്നല്ലാതെ ഒന്ന് ഇറങ്ങി ഓടാൻ പോലും പറ്റാതെ അങ്ങനെ ഒരാളുടെ ആ ചക്രക്കസേര ആയിരിക്കുമല്ലോ ആ കിടക്കുന്നതും. അയാൾ രക്ഷപ്പെട്ട് കാണുമോ എന്ന് നമുക്കറിയില്ല. അതിൻ്റെ തൊട്ടിപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞ കാറ് ചെതറിക്കിടക്കുന്നു. നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സന്നദ്ധ സേവകർ ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഏതാണ്ട് 200-ലധികം ആളുകൾ ഇന്ന് കേന്ദ്രീകരിച്ച് നിൽക്കാനാണ് സാധ്യത എന്ന്. വരിവരിയായി വരുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകാൻ ഇവിടെ ആർമിയുടെ ഉദ്യോഗസ്ഥരുണ്ട്, NDRF ഉണ്ട്, ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടവരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിലുള്ള തെരച്ചിലാണ്. അതിനുവേണ്ടി ആളുകൾ രാവിലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ആദ്യ ഹിറ്റാച്ചി ഇവിടേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരാൾ പൊക്കത്തിലുള്ള ഈ ചെളി മാറ്റി ഇവിടെ പരിശോധിക്കുക എന്നുള്ളതാണ്, തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. വലിയ വിസ്തൃതമായ ഒരു ഏരിയയാണ് ഈ കിടക്കുന്നത്. മുമ്പ് ഇവിടെ ആ സ്കൂൾ ഗ്രൗണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ നമുക്ക് വ്യക്തതയില്ല. ആ പൂണ്ടുപോയ ചളി കാണാം അരുൺ, പൂണ്ടുപോയ ചളി കാണാം. അരുൺ 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 കാണുന്നുണ്ട് 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 കണ്ടോ കാണുന്നുണ്ട് കണ്ടോ അരുൺ? കാണുന്നുണ്ട് കാണുന്നുണ്ട് കണ്ടോ? അതെ അതെ കമ്പിട്ട് കൊടുത്ത് അത് ഇതിന്റെ ഏറ്റവും അരികിലുള്ള ഇതിൻ്റെ ഏറ്റവും അരികിലുള്ള ഭാഗമാണ് അരുൺ. അങ്ങനെയാണെങ്കിൽ കുറച്ചങ്ങോട്ടേക്ക് പോയാൽ, ഒരു 10 മീറ്റർ മുന്നോട്ട് പോയാൽ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവർ കണക്ക് കൂട്ടുന്നത് അങ്ങ് നിന്ന് വന്ന മനുഷ്യ ശരീരം ഇതിൽ പൊതഞ്ഞു കിടന്നിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. അരുൺ, അവർ ആ പ്രവർത്തനം അപ്പുറം ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതായത് ആ വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട് അരുൺ. ആ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്കൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെളി ഇതിലേക്ക് കലക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കലക്കി കുറച്ച് ഉറപ്പുള്ള ഭാഗത്തേക്ക് കൂടി ഹിറ്റാച്ചി മുന്നോട്ടേക്ക് പതിയെ വന്ന് ഈ ഭാഗത്ത് പൂർണ്ണമായി ഇന്ന് തെരച്ചിൽ ഇന്ന് ആദ്യമായാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു കടലുപോലെ കിടക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറി. സന്നദ്ധ പ്രവർത്തകരൊക്കെ രാവിലെ ക്യൂ നിന്ന് സാധാരണ ഈ ക്ഷേത്രങ്ങളിലേക്കും അല്ലെങ്കിൽ ബലിയിടാനും ഒക്കെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കാണുന്നത് പോലെയാണ് രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ വരിനിന്ന് വരുന്നത്. ഇത് എവിടെ തെരഞ്ഞ് തീരും പ്രസാദ്? ഇങ്ങനെ കടലുപോലെ കിടക്കുകയാണ് മണ്ണും ചെളിയുമെല്ലാം. അത് തന്നെയാണ് അരുൺ. എവിടെ തീരുമെന്നറിയില്ലല്ലോ. ഇനി എത്ര പേരെ കണ്ടെത്താൻ അറിയില്ലല്ലോ. എല്ലാവരോടും സംസാരിക്കുമ്പോൾ അരുൺ, എല്ലാവരും പറയുന്നത് ഇതൊന്നുമല്ല മരണത്തിൻ്റെ സംഖ്യ എന്നുള്ളതാണ്. ഇതൊന്നുമല്ല കാണാതായ ആളുകളുടെ എണ്ണം എന്നുള്ളതാണ്. ഓടിപ്പോയ ഇതര സംസ്ഥാന തൊഴിലാളികളെ നിരവധി പേരെ കണ്ട പ്രാദേശികമായ അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ നമ്മൾ കണ്ടു. പക്ഷേ ഒരു നിമിഷം